ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 2022-23 വർഷത്തിലെ 9ാം ക്ലാസ് സെക്കൻഡ് ടേം ഇവാലുവേഷൻ ബയോളജി ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ആദ്യം കുറച്ച് ഇൻസ്ട്രക്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കുക. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലോട്ട് കടക്കാം. ആൻസർ എനി 5 questions from 1 to 6, 1 score each. അപ്പോൾ 1 മുതൽ 6 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 ഉത്തരം എഴുതുക, ഓരോന്നിനും ഓരോ മാർക്ക് വീതം. ചൂസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് അക്യൂമുലേഷൻ ഓഫ് സോൾട്ട് ഒക്കേഴ്സ് ഇൻ ദ ആർട്ടേറിയൽ വാൾസ്. അപ്പോൾ ആ അവസ്ഥയ്ക്ക് പറയുന്ന പേരെന്താണ്? എൻഫസൈമ, അത്തലോസ്ക്ലെറോസിസ്, ബ്രോങ്കൈറ്റിസ്, ഹൈപ്പർ ടെൻഷൻ. അപ്പോൾ ഇതിൽ അത്തലോസ്ക്ലെറോസിസ് ആണ് കറക്റ്റ് ആൻസർ. ഇനി രണ്ടാമത്തെ ചൂസ് കറക്റ്റ് പെയർ ഫ്രം ദ ഫോളോയിങ്. അപ്പോൾ കറക്റ്റ് പെയർ ചൂസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. Pelvis region where urine from the filters flow into afferent vessel, the blood vessels that comes out of Bowman's capsule. Then cortex, the dark colored inner part of the kidney. Medulla, the light colored outer part of the kidney. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? പെൽവിസ് റീജിയൻ വേർ യൂറിൻ ഫ്രം ദ ഫിൽറ്റേഴ്സ് ഫ്ലോ ഇൻ ടു. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐഡൻറ്റിഫൈ ദ പ്രോസസ് ഇൻ വിച്ച് കാർബൺ ഡയോക്സൈഡ് ഈസ് നോട്ട് ഫോംഡ് ആസ് എ ബൈ പ്രോഡക്റ്റ്. അപ്പോൾ എന്താണ്? കാർബൺ ഡയോക്സൈഡ് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യാത്ത പ്രോസസ്സ് ഇതിൽ ഏതാണ്? കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ, ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, കർബ് സൈക്കിൾ, ഗ്ലൈക്കോളിസിസ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷനും അതുപോലെ തന്നെ ഗ്ലൈക്കോളിസിസുമാണ്. ഓക്കെ, ഈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ മസിൽ ഇൻഡിക്കേറ്റഡ് എക്സ് ഇൻ ദ ഇല്ലുസ്ട്രേഷൻ. അപ്പോൾ എക്സ് എന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്തിട്ടുള്ള മസിൽ ഏതാണ്? ഐഡൻറ്റിഫൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് നമുക്ക് നോക്കിയാക്കാം. എക്സ് കോൺട്രാക്ട്സ് റിബ് റൈസ്. അപ്പോൾ എക്സ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ റിബ്സ് റൈസ് ആവും. അപ്പോൾ എക്സ് എന്തായിരിക്കും? ഇന്റർകോസ്റ്റൽ മസിൽസ്. എന്താണ്? ഇന്റർകോസ്റ്റൽ മസിൽസ്. ഓക്കെ, ഈ നെക്സ്റ്റ് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഐഡൻറ്റിഫൈ ദ വേർഡ് റിലേഷൻസ് ആൻഡ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. അപ്പോൾ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. സിസ്റ്റോളിക് പ്രഷർ 120 mmHg ആണെങ്കിൽ 80 mmHg എന്ത് പ്രഷർ ആയിരിക്കും? എന്താണ്? ഡയസ്റ്റോളിക് പ്രഷർ ആയിരിക്കും. ഡയസ്റ്റോളിക് പ്രഷർ. ഇനി ആറാമത്തെ റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഫിഗർ. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ് ഇൻ ദ ഫിഗർ. അപ്പോൾ എക്സ് എന്ന് മാർക്ക് ചെയ്ത ഫിഗറിൻ്റെ എന്താണ് ഫങ്ഷനും അതിൻ്റെ നെയിമും. അപ്പോൾ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്തത് എന്താണ്? കളക്റ്റിംഗ് ഡക്റ്റാണ്. യൂറിൻ ഈസ് കളക്റ്റഡ് ആൻഡ് ഇസ് ക്യാരിഡ് ടു ദ പെൽവിസ്. അപ്പോൾ യൂറിൻ കളക്ട് ചെയ്യും, അതുപോലെ തന്നെ പെൽവിസിലേക്ക് ക്യാരി ചെയ്യുകയും ഈ എക്സ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്ത കളക്റ്റിംഗ് ഡക്റ്റാണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 7 to 13 ആൻസർ എനി 6. അപ്പോൾ 7 മുതൽ 13 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 6 ഉത്തരം എഴുതിയാൽ മതി, ഓരോന്നിനും 2 മാർക്ക് വീതം. ഏഴാമത്തെ ചോദ്യം അനലൈസ് ദ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ലങ്സ് ഗിവൻ ബിലോ. ആൻസർ ദ questions. Bronchioles, the terminal branches of bronchi which enter the lungs and in millions of alveoli. What is the advantages of having this much number of alveoli? അപ്പോൾ ഇത്രയും കൂടുതൽ alveoli ഉണ്ടാവുന്നതിൻ്റെ അഡ്വാൻറ്റേജസ്, ഗുണം എന്താണ്? ഗുണം എന്ന് പറയുന്നത് എന്തായിരിക്കും? അൽവിയോളി ഇൻക്രീസസ് ദ റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻ ലങ്സ്. അപ്പോൾ അൽവിയോളി എന്ത് ചെയ്യും? സർഫസ് ഏരിയ, ലങ്സിൻ്റെ അവിടെയുള്ള സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും, റെസ്പിറേറ്ററി സർഫസ് ഏരിയ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് ബിഗ് ക്വസ്റ്റ്യൻ ഹൗ ഫാർ ഇസ് ദ സ്ട്രക്ചർ ഓഫ് അൽവിയോളൈ സ്യൂട്ടബിൾ ഫോർ ദ എക്സ്ചേഞ്ച് ഓഫ് റെസ്പിറേറ്ററി ഗ്യാസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. Alveoli increases the respiratory surface area in lungs. They are surrounded by numerous blood going in capillaries. The inner wall of the alveoli is always kept moist.
അപ്പോൾ ഇന്നർ വാൾ എന്ന് പറയുന്നത് എപ്പോഴും മോയിസ്റ്റ് ആയിരിക്കും. ദ വാൾസ് ഓഫ് ദ alveoli ആൻഡ് capillaries ആർ മെയ്ഡ് അപ്പ് ഓഫ് എ സിംഗിൾ ലെയർ ഓഫ് സെൽ. ദെൻ the surface capillary wall that separate the blood in the blood capillaries and the alveoli has red blood cells in the thickness of 2 rows of cells only. ഓക്കെ, അപ്പോൾ ഇതാണ് ബി ക്വസ്റ്റ്യൻ്റെ ആൻസർ. ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 8. Question number 8. Observe the illustration and answer the question. അപ്പോൾ ഈ പിക്ചർ ഒന്ന് നോക്കുക, ദെൻ അതിൻ്റെ അടിയിലത്തെ ചോദ്യം വായിച്ച് നോക്കാം. വിച്ച് ഫ്ലൂയിഡ് ഈസ് ഇൻഡിക്കേറ്റഡ് ആസ് എക്സ്? എക്സ് എന്നുകൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്ത ഫ്ലൂയിഡ് എന്താണ്? എന്ത് ഫ്ലൂയിഡാണ്? ടിഷ്യൂ ഫ്ലൂയിഡാണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദിസ് ഫ്ലൂയിഡ് ഡിഫർ ഫ്രം ബ്ലഡ്? അപ്പോൾ ഈ ഫ്ലൂയിഡ് ബ്ലഡിൽ നിന്ന് എങ്ങനെ ഡിഫറെൻ്റ് ആണ്? ഇറ്റ് ഡസ് നോട്ട് കണ്ടെയ്ൻ RBCs, ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസ് ആൻഡ് പ്ലേറ്റ്ലെറ്റ്സ്. അപ്പോൾ ഈ ടിഷ്യൂ ഫ്ലൂയിഡിൽ എന്തൊക്കെ ഇല്ല? RBCസും, ബ്ലഡിൽ ഉണ്ടാവുന്ന RBCസും അതുപോലെ തന്നെ ലാർജ് പ്രോട്ടീൻ മോളിക്യൂൾസും പ്ലേറ്റ്ലെറ്റ്സും ഒന്നും ഇല്ല. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 9. Analyze the information given in the box. Answer the following questions. Desired rate of blood pressure is 120/80 mmHg. Name the disease state in which the blood pressure is in increase above the rate given in the box. അപ്പോൾ ഈ ബ്ലഡ് റേറ്റ് ഇൻക്രീസ് ചെയ്താൽ ഉണ്ടാവുന്ന ഡിസീസ് ഏതാണ്? ഹൈപ്പർ ടെൻഷൻ ആണ്. റൈറ്റ് ദ റീസൺ ഓഫ് ദിസ്. അപ്പോൾ ഇതിൻ്റെ റീസൺ എഴുതുക. അപ്പോൾ റീസൺ എന്ന് പറയുന്നത് എക്സസ് യൂസ് ഓഫ് സോൾട്ടും ഫാറ്റും. എക്സസ് യൂസ് ഓഫ് സോൾട്ട് ആൻഡ് ഫാറ്റ്, സ്മോക്കിംഗ്, ലാക്ക് ഓഫ് എക്സസൈസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഈ എക്സസ് ആയിട്ട് സോൾട്ട് യൂസ് ചെയ്യുക, അതുപോലെ തന്നെ ഫാറ്റ്, ദെൻ സ്മോക്ക് ചെയ്യുക, ദെൻ എക്സസൈസിൻ്റെ കുറവ് മൂലം ഒക്കെയാണ് ഈ ഡിസീസ് ഉണ്ടാവുന്നത്. ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പം 8ാമത്തെ ചോദ്യം, ലങ്സ്, ബ്രോങ്കൈറ്റിസ്, സ്വെല്ലിംഗ് ഓഫ് ലങ്സ്. ദെൻ നെക്സ്റ്റ് വൺ, റപ്ചറിങ് ഓഫ് alveoli കൊടുത്തിട്ടുണ്ട്. അപ്പം എന്താ അവിടെ വരിക? എൻഫസൈമ. വാട്ട് ഡസ് 1 ഇൻഡിക്കേറ്റ്? അപ്പോൾ 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എൻഫസൈമയാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ദ റപ്ചറിങ് ഓഫ് alveoli അഫക്റ്റ് ദ പേഷ്യൻ്റ്? അപ്പോൾ ഈ റപ്ചർ ഓഫ് alveoli അഥവാ എൻഫസൈമ ഒരു പേഷ്യൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? റപ്ചറിങ് ഓഫ് alveoli റെഡ്യൂസസ് ദ റെസ്പിറേറ്ററി സർഫസ് ആൻഡ് റെഡ്യൂസസ് വൈറ്റൽ കപ്പാസിറ്റി. അപ്പോൾ എന്താണ്? റെസ്പിറേറ്ററി സർഫസസ് റെഡ്യൂസ് ചെയ്യും, അങ്ങനെ തന്നെ വൈറ്റൽ കപ്പാസിറ്റി കുറയും. ദെൻ 8ാമത്തെ ചോദ്യം, ഈ ഫിഗർ റീഡ്രോ ചെയ്യുക. ദെൻ എയും ബിയും മാർക്ക് ചെയ്യുക. എ എന്ന് പറയുന്നത് എന്താണ്? എ എന്ന് പറയുന്നത് കോർട്ടക്സും ബി എന്ന് പറയുന്നത് പെൽവിസുമാണ്. ദെൻ 12th ക്വസ്റ്റ്യൻ നോക്കാം. കംപ്ലീറ്റ് ദ ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യുക. സെൻറ്ററിൽ ലിംഫാറ്റിക് സിസ്റ്റം കൊടുത്തിട്ടുണ്ട്, ലിംഫ് നോഡ്സും ലിംഫ് കാപ്പിലാരിയും കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി രണ്ടെണ്ണം ഏതൊക്കെ വരും? ലിംഫ് ഡക്റ്റും അതുപോലെ തന്നെ സ്പ്ലീനും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. Then 13th question, analyze the statement and give reason. അപ്പോൾ സ്റ്റേറ്റ്മെൻറ്റ് അനലൈസ് ചെയ്തിട്ട് റീസൺ തരാം. ഓക്കെ, അവോയ്ഡിങ് ടൈംലി യൂറിനേഷൻ അഫക്റ്റ് അവർ ബോഡി. അവോയ്ഡിങ് ടൈംലി യൂറിനേഷൻ നമ്മുടെ ബോഡിയെ അഫക്റ്റ് ചെയ്യും. നമുക്ക് നോക്കാം. അവോയ്ഡിങ് യൂറിനേഷൻ ഫോർ എ ലോങ് ടൈം പ്രിവെൻറ്റ്സ് ദ എക്സ്പൾഷൻ ഓഫ് ബാക്ടീരിയ that may be present in the urinary tract and urinary bladder. This causes infection in the inner membrane of the urinary bladder. ഓക്കെ, നെക്സ്റ്റ് 14th ക്വസ്റ്റ്യൻ. ദെൻ 14 മുതൽ 20 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോന്നിനും 3 മാർക്ക് വീതം. Analyze the information related to vascular tissue given below and answer the questions. To cell, the cell wall between these cells degenerates so they look like long pipe. These cells are seen in pipes arranged as above. The other and pores are seen there cross walls. അപ്പം A question B question നോക്കാം. Identify the parts of vascular tissue mentioned in the statement 1 and 2. അപ്പോൾ 1 and 2ൽ മെൻഷൻ ചെയ്തത് എന്തൊക്കെയാണ്? ട്രക്കീസും വെസൽസും അതുപോലെ തന്നെ സീവ് ട്യൂബും കമ്പാനിയൻ സെൽസുമാണ്.
Then B question, write the function of 2. അപ്പോൾ രണ്ടാമത്തേതിൻ്റെ ഫംഗ്ഷൻ എഴുതുക. എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ ഓഫ് ഫുഡ്, ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി. Then 15th question, observe the illustration and answer the questions given below. അപ്പോൾ ഈ ഇല്ലുസ്ട്രേഷൻ നോക്കിയിട്ട് അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് ശ്രദ്ധിക്കുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ചോദ്യം വായിച്ചു നോക്കാം. Where does this process takes place? അപ്പോൾ ഈ പ്രോസസ്സ് എവിടെയാണ് ടേക്സ് പ്ലേസ്? എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? എവിടെ വെച്ചിട്ടായിരിക്കും? ലിവർ. എവിടെയാണ്? ലിവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ ഈസ് അമോണിയ ഫോംഡ് ഇൻ ദ ബോഡി? എങ്ങനെയാണ് അമോണിയ ബോഡിയിൽ ഫോം ആവുന്നത്? അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. ആസ് എ റിസൾട്ട് ഓഫ് ദ മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അമിനോ ആസിഡ്സ് അമോണിയ ഈസ് ഫോംഡ്. എങ്ങനെയാണ്? അമിനോ ആസിഡ്സ് ആർ ഫോംഡ് ബൈ ദ ബ്രേക്ക് ഡൗൺ ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ബ്രേക്ക് ഡൗൺ മൂലം അമിനോ ആസിഡ്സ് ഉണ്ടാവുന്നു. ആസ് എ റിസൾട്ട്, അപ്പോൾ ഇതിൻ്റെ റിസൾട്ടായിട്ട് മെറ്റബോളിക് ആക്ടിവിറ്റീസ് ഓഫ് അമിനോ ആസിഡ്സ് ammonia is formed. Okay. Next question എന്താണ് നോക്കി നോക്കാം. Next question, question number 16. Observe the figure of the cell organelle and answer the question. അപ്പോൾ താഴെ ഒരു സെൽ ഓർഗനൽ തന്നിട്ടുണ്ട്, അതൊന്ന് ഒബ്സർവ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ അടിയിലുള്ള ക്വസ്റ്റ്യൻസിന് ഉത്തരം എഴുതി നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, നെയിം ദ ഫേസ് ഓഫ് സെല്ലുലാർ റെസ്പിറേഷൻ ടേക്സ് പ്ലേസ് ഹിയർ. Name the phase of cellular respiration takes place here. അപ്പോൾ ഈ ഫേസിന് നമ്മൾ എന്താ പറയുക? Krebs cycle. എന്താണ് Krebs cycle? What are the important chemical processes occur during this phase? അപ്പോൾ ഈ ഫേസിൽ നടക്കുന്ന ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോസസ്സ് എന്തൊക്കെയാണ്? Pyruvic acid is converted to carbon dioxide and water. Then 2 ATP molecules are produced. It required oxygen. Okay, in 17th question, analyze the instances given below and answer the questions. അപ്പോൾ താഴെ കുറച്ച് ഇൻസ്റ്റൻസസ് തന്നിട്ടുണ്ട്, അപ്പോൾ അതൊന്ന് നോക്കാം. Then നമുക്ക് വായിച്ച് നോക്കാം. Duff rises when yeast is added. Lactic acid is formed in muscle cells. Then first question, name the type of respiration takes place during the instance given above. അപ്പോൾ മേലെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ടൈപ്പ് ഓഫ് റെസ്പിറേഷൻസ് ആണ് നടക്കുന്നത്? ഏത് ടൈപ്പ് റെസ്പിറേഷൻ ആണ് നടക്കുന്നത്? ഏതാണ്? Anaerobic respiration അഥവാ ആൽക്കഹോളിക് ഫെർമെൻറ്റേഷൻ, ലാക്റ്റിക് ആസിഡ് ഫെർമെൻറ്റേഷൻ. അപ്പോൾ ഇതാണ് നടക്കുന്നത്. ദെൻ അതിൻ്റെ അടിയിലത്തെ ക്വസ്റ്റ്യൻ, നെയിം ദി പ്രൊഡക്ട്സ് ഫോംഡ് ആസ് എ റിസൾട്ട് ഓഫ് റെസ്പിറേഷൻ ഇൻ ദ ഫസ്റ്റ് ഇൻസ്റ്റൻസ്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ ഉണ്ടാവുന്ന പ്രോഡക്റ്റിൻ്റെ പേരെന്താണ്? എന്തായിരിക്കും? ആൽക്കഹോള്, CO2, ആൽക്കഹോളും CO2. ഓക്കെ, ഈ നെക്സ്റ്റ് ചോദ്യം എന്താ? Give reason for the occurrence of these process during the second instance. അപ്പോൾ അതിൻ്റെ ഉത്തരം എന്താ? During second exercise, energy utilization in muscles increases and the oxygen availability decreases. In such situations, muscle cells produces energy by anaerobic respirations and lactic acid is produced in the muscle cells. Okay. Then analyze the illustration related to the exchange of gas plants and answer the following questions. അപ്പോൾ താഴെ കൊടുത്തിട്ടുണ്ട്. A, surface of stem and root, exchange of gases in plants. Then B, then stomata. ഇനി നമുക്ക് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കി നോക്കാം. അപ്പോൾ ഇവിടെ എയും ബിയും എന്താ വരിക? ലെൻറ്റിസെൽസും അതുപോലെ തന്നെ ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെംസ്. അപ്പോൾ എ ലെൻറ്റിസെൽസും അതുപോലെ തന്നെ ബി ലീവ്സ് ആൻഡ് ടെൻഡർ സ്റ്റെംസ് എന്ന് വരും. അപ്പോൾ മിസ്സിംഗ് പാർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ദെൻ ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. Combine the process of energy production in plants and animals and write two similarities. Okay, അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. Plants and animals need oxygen for the production of energy. Both animals and plant cells containing mitochondria where energy is stored. In animals and plants, energy is stored in ATP molecules. Okay, next question number 19. Prepare a flowchart including the information related to portal circulation given in the box. Capillaries in the intestine, heart, hepatic portal vein, capillaries in the liver, hepatic vein, liver, vena cava. അപ്പോൾ ആദ്യത്തെ capillaries of the intestine കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇനി ബാക്കി എന്താ വരിക നോക്കാം. 2, 3, 4 ഒക്കെ നമുക്ക് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്കത് ഫില്ല് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കാപ്പിലാരീസ് ഓഫ് ദി ഇൻറ്റസ്റ്റൈൻ കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ വരും? ഹെപ്പാറ്റിക് പോർട്ടൽ വെയിന്, capillaries in the liver, then liver, hepatic vein, vena cava, then heart. Okay, അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. Then observe the figure and answer the following question. അപ്പോൾ ഈ ഫിഗർ ഒന്ന് ഒബ്സർവ് ചെയ്യുക. then താഴെയുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. Identify the gland indicated as X in the illustration. അപ്പോൾ ഇവിടെ X എന്താണ്? സ്വെറ്റ് ഗ്ലാൻഡ് ആണ്. സ്വെറ്റ് ഗ്ലാൻഡ്. റൈറ്റ് ദ ഫങ്ഷൻ ഓഫ് ദീസ് ഗ്ലാൻഡ്. അപ്പോൾ ഈ ഗ്ലാൻഡിൻ്റെ ഫങ്ഷൻ എഴുതുക. ദ സ്വെറ്റ് ഗ്ലാൻഡ് ആർ സറൗണ്ടഡ് ബൈ ബ്ലഡ് capillaries at their base. When blood flows through these capillarities, salt and water form the blood and enter the sweat glands. Okay, next C question, what are the benefits of this process? അപ്പോൾ ഈ പ്രോസസ്സിൻ്റെ ബെനിഫിറ്റ് എന്താണ്? The main objective of sweating is regulation of body temperature. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ റെഗുലേറ്റ് ചെയ്യാനാണ്. Then a very small quantity of impurities are expelled through sweat. അപ്പോൾ സ്വെറ്റിലൂടെ വളരെ ചെറിയൊരു എമൗണ്ട് ഇമ്പ്യൂരിറ്റി എന്താവും? പോവും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. Question number 21. Then answer any two questions from 21 to 23, 4 score each. അപ്പോൾ നമുക്ക് നോക്കാം. 21ാമത്തെ ചോദ്യം, analyze the statement and answer the following question. Water reaches leaves and other plant parts from the soil due to combined action of many process. Name the process mentioned in the statement. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് പ്രോസസ്സ് ഏതാണ്? എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് ഏതാണ്? ഹൗ ഡീസ് ദീസ് പ്രോസസ് ഹെൽപ്പ് ഇൻ ദ ട്രാൻസ്പോർട്ട് ഓഫ് വാട്ടർ? എക്സ്പ്ലെയിൻ. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത് ട്രാൻസ്പിറേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഈ പ്രോസസ്സ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ട്രാൻസ്പിറേഷൻ, റൂട്ട് പ്രഷർ, കൊഹഷൻ ആൻഡ് അഡ്ഹഷൻ. വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ intercellular space of leaves through stomata by transpiration. It reduces the pressure in the cells of leaves. In order to compensate this pressure difference, water enters these cells from adjacent cells through osmosis. Then transpiration pull developed due to transpiration helps to carry water to the top. Besides this, water molecules have the capacity to stick to themselves and with the walls of the vessels through which they move. These processes are known as cohesion and adhesion respectively. Along with this, the root pressure developed in the cells of the root due to absorption of water also helps in raising water. Okay, next question നോക്കാം. Question number 22. 22, analyze the illustration related to the expulsion of carbon dioxide and answer the question. അപ്പോൾ ഫിൽ 1 and 2. 1 and 2 എന്തായിരിക്കും? 1 and 2 എന്ന് പറയുന്നത് 1 dissolved in plasma വാട്ടറും 2 as carbamino hemoglobin. ഓക്കെ, നെക്സ്റ്റ് ചൂസ് ദ കമ്പോണൻറ്റ് എക്സ്പ്ലെയിൻ ദ പ്രോസസ് 2 and 3. അപ്പോൾ 2ഉം 3ഉം പ്രോസസ്സ് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താ ആദ്യം നോക്കാം. കാർബമിനോ ഹീമോഗ്ലോബിൻ ഫോംഡ് ബൈ കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ ഇൻസൈഡ് ദ ലങ്സ്. കാർബമിനോ ഹീമോഗ്ലോബിൻ ബ്രേക്ക് ഡൗൺ ആൻഡ് കാർബൺ ഡയോക്സൈഡ് is released. Then bicarbonates formed by getting dissolved in water in the RBC. Inside the lungs, bicarbonates break down and the carbon dioxide is released. Okay, next question, what will happen to the body if the repulsion of carbon dioxide does not take place? അപ്പോൾ കാർബൺ ഡയോക്സൈഡ് റിപ്പൾഷൻ നടന്നിട്ടില്ലെങ്കിൽ എന്താണ് ബോഡിക്ക് സംഭവിക്കുക? ഇഫ് ദ ലെവൽ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഇൻ ബ്ലഡ് ഇൻക്രീസസ് ബിയോണ്ട് ദ ലിമിറ്റ്, ദ എവറി എക്സിസ്റ്റൻസ് ഓഫ് ലൈഫ് ഇസ് ഇൻ ഡേഞ്ചർ. കാർബൺ ഡയോക്സൈഡ് കമ്പൈൻസ് വിത്ത് വാട്ടർ present in and out of the cell to form carbonic acid. The increase in the level of carbonic acid increases the acidity in the body. Okay, next question. Question number 23. Components of the fluid collected in the
Bowman's capsule are given in the box. Analyze them and answer the following questions. അപ്പോൾ വാട്ടർ, ഗ്ലൂക്കോസ്, അമിനോ ആസിഡ്, സോഡിയം, പൊട്ടാസ്യം, കാൽസ്യം അയോൺസ്, വൈറ്റമിൻസ്, യൂറിയ, യൂറിക് ആസിഡ്, ക്രിയാറ്റിൻ എക്സെട്ര. ഐഡൻറ്റിഫൈ ദ ഫ്ലൂയിഡ്, ഹൗ ഇസ് ഫോംഡ്. അപ്പോൾ ഇത് ഫോം ചെയ്ത ഫ്ലൂയിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചൂസ് ദ കമ്പോണൻസ് വിച്ച് ആർ പ്രസൻറ്റ് ഇൻ യൂറിൻ. അപ്പോൾ യൂറിനിൽ പ്രസൻറ്റ് ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഗ്ലൂക്കോസും അതുപോലെ തന്നെ അമിനോ ആസിഡും. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ആബ്സെൻസ് ഓഫ് ദീസ് കമ്പോണൻസ് ഇൻ ദ യൂറിൻ. അപ്പോൾ യൂറിനിൽ ഈ കമ്പോണൻസ് പ്രസൻറ്റ് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? വെൻ ഗ്ലോമറുലാർ ഫിൽട്രേറ്റ് ഫ്ലോസ് ത്രൂ renal tubules to the collecting that essential components are reabsorbed to the pertubular capillaries. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.